Hello, my dear students. Good afternoon and welcome back to our business regulations. Today we are going to discuss about the session 13 where we start with coercion and undue influence differences. നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ ഫ്രീ കൺസേൺ കിട്ടാനായിട്ട് നമുക്ക് ഈ കോഷൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അതൊന്നും ഇല്ലാതെ ഒരു ഫ്രീ കൺസേൺ ആണ് ശരിക്കും വാലിഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിശദമായിട്ട് കോഷൻ എന്താണ്, അത് ത്രെറ്റാണ്, ഭീഷണിയാണ്, ശാരീരികമായിട്ടുള്ള ഭീഷണിയാണ് കോഷൻ. വേറെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് മാനസികമായിട്ട് നമ്മളെ സ്വാധീനം ചെലുത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഈ കോഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ 4 ഡിഫറൻസസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. കോഷൻ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ്. നമ്മളെ ബലവന്തമായിട്ട് നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടൊക്കെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, സ്വാധീനം ചെലുത്തുന്നത്, അല്ലേ? വേറാസ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ മാനസികമായിട്ടുള്ള പ്രഷറാണ്, മാനസികമായിട്ടാണ് നമ്മൾ സ്വാധീനം ചെലുത്തുന്നത്. അതാ പറയുന്നത് സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ഡോമിനേറ്റ്സ് ദ വീക്ക് മൈൻഡ് പേഴ്സൺ, അല്ലേ? ഇനി കോഷൻ നീഡ് നോട്ട് പ്രൊസീഡ് ഫ്രം ദ പ്രോമിസി നോർ നീഡ് ഇറ്റ് ടു ബി ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ദ പ്രോമിസർ. അതായത് നമ്മളുടെ പ്രോമിസറിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രോമിസിയോ അല്ലെങ്കിൽ വേറെ ആളെ വെച്ചുകൊണ്ട് പ്രോമിസറെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോഷൻ ചെയ്യാൻ പറ്റില്ല. അത് നേരെ തിരിച്ചാണ്, പ്രോമിസറാണ് പ്രോമിസിനെ കോഷൻ ചെയ്ത് അയാളുടെ കൺസേൺ മേടിക്കുന്നത്. It may proceed from a stranger to a contract or may be directed against a stranger. ഇത് ഒരു സ്ട്രേഞ്ചറെ കൊണ്ട് ചെയ്യിപ്പിക്കാം കോഷൻ, അല്ലേ? ഒരു സ്ട്രേഞ്ചർ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗുണ്ടേനെ ഏർപ്പെടുത്തിയിട്ട് ഒരു ഗുണ്ടേനെ ഏർപ്പെടുത്തിയിട്ട് പ്രോമിസിൻ്റെ അനുവാദം മേടിക്കുന്നു, ഭീഷണിപ്പെടുത്തിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പബ്ലിക്കലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു പബ്ലിക് പേഴ്സണെ പിടിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി പ്രോമിസിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഓരോ കാര്യങ്ങൾ. അങ്ങനെയാവാം. അതാ പറഞ്ഞത് ഇറ്റ് മേ ബി പ്രൊസീഡ് ഫ്രം എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ഓർ മേ ബി ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് എ സ്ട്രേഞ്ചർ. ഇൻ കേസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ദർ മസ്റ്റ് ബി അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഇങ്ങനെയൊന്നും പറ്റില്ല. അതായത് 2 പേര് തമ്മിൽ, ഇപ്പോൾ സൗണ്ട് മൈൻഡഡ് പേഴ്സണും വീക്ക് മൈൻഡഡ് പേഴ്സൺ, ഇവർ തമ്മിലാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരുന്നത്. അതിൽ ഈ സൗണ്ട് മൈൻഡ് പേഴ്സണും വീക്ക് മൈൻഡ് പേഴ്സൺ തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കണം, അതാണ് പറയുന്നത്. ആ റിലേഷനിൽ ഒരാൾക്ക് മറ്റാളുടെ വില്ലിനെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഫറൻസ്. ഇൻ തേർഡ് ഡിഫറൻസ് ഈസ് where the concern of the promisee is obtained by coercion, the contract is voidable at his opinion. ആരുടെ ഭാഗത്തുനിന്നാണോ കോഷൻ വഴി കൺസേൺ കിട്ടിയിട്ടുള്ളത് അയാളുടെ ഭാഗത്തുനിന്ന് ആ ഒരു കൺസേൺ ഈസ് വോയിഡബിൾ, അതാ പറയുന്നത്. ഇപ്പോൾ പ്രോമിസിനാണ് കോഷൻ കൊണ്ട് കൺസേൺ വാങ്ങിച്ചത്, അല്ലേ? പ്രോമിസിനെ ത്രെറ്റ് ചെയ്തിട്ട് അയാളുടെ ഭാഗത്തുനിന്ന് അയാളുടെ അനുവാദം വാങ്ങിച്ചു. അപ്പോൾ അയാളുടെ ഭാഗത്തുനിന്നാണ് ആ അനുവാദം വാലിഡ് ആണോ വോയിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അയാളൊന്നും മിണ്ടാതിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കൺസേൺ ഇറ്റ് ബിക്കംസ് വാലിഡ്. വേറാസ് അയാൾ പറയുകയാണ്, ഇല്ല, എൻ്റെ അടുത്ത് അനുവാദം വാങ്ങിച്ചത് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കൺസേൺ ബിക്കംസ് വോയിഡ്. അതാണ് അയാളുടെ ഒപ്പീനിയൻ അനുസരിച്ചാണ് അത് വോയിഡബിൾ ആവുന്നത്. ഇനി വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ദ കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ ഓർ ദ കോർട്ട് മേ സെറ്റ് അസൈഡ് ഇറ്റ്. അതായത് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ്, ഒരു കൺസേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് വോയിഡബിളായിട്ട് കാണുന്നത് കോർട്ട് തീരുമാനിക്കുന്ന അനുസരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ കോഷൻ ഇൻവോൾവ്സ് ക്രിമിനൽ ആക്ട്. കോഷനിൽ ക്രിമിനൽ ആക്ട് ഉണ്ട്, വേറാസ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ക്രിമിനൽ ആക്ട് ഇല്ല. നമ്മളെ ദേഹോപദ്രവം ചെയ്തുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ ദേഹോപദ്രവം ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താം. പക്ഷെ അങ്ങനെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഇല്ല, അവിടെ മാനസികമായിട്ടാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് തമ്മിലുള്ള ഡിഫറൻസസ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം കോഷൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെയൊക്കെ ഡിഫറൻസസ് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫ്രീ കൺസേൺ കിട്ടാനായിട്ട് ഫ്രോഡ് കളിക്കാറുണ്ട്, അല്ലേ? ചതിയിലൂടെ ഫ്രീ കൺസേൺ നേടുക. ഫ്രോഡ് മീൻസ് ചതി. അപ്പോൾ അങ്ങനെയുള്ള ഫ്രോഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. എന്താണ് ഫ്രോഡ്?
ഇറ്റ് ഈസ് എ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ബൈ എ പാർട്ടി. ഒരാൾ മനഃപൂർവ്വമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി. മറ്റാളെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി തന്നെ ഒരാൾ മനഃപൂർവ്വം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓർ ഇൻഡ്യൂസ് ടു സച്ച് പാർട്ടി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അയാളെ വഞ്ചിച്ച് കൊണ്ട് അയാളെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക. അതുകൊണ്ട് അയാൾക്ക് എന്താണ്? വളരെയധികം ഗുണമുണ്ടാവും. So it means a false statement made knowingly or without believing it to be true or false. അപ്പം ഈ ഏതാളാണോ മറ്റാളെ ചതിക്കണം എന്ന് വിചാരിച്ചത്, അയാൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റാൾ അതിനെ അപ്പാടെ വിശ്വസിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അയാൾ പറഞ്ഞ അങ്ങനെ വിശ്വസിച്ച് അതിലൂടെ അയാൾ എന്ത് ചെയ്തു? ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, അത് ഫ്രോഡിലൂടെ. Whenever a person obtains any material advantage from another by using unfair or wrongful means, it is said to has committed fraud. എന്തെങ്കിലും വളരെ വലിയ നേട്ടം മറ്റാളെ പറ്റിച്ചുകൊണ്ട് ഒരാൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫ്രോഡാണ്. ഇങ്ങനെയുള്ള ഫ്രോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കൂ. എ false suggestion as to fact known to be false. ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സജഷൻ ഈ പറയുന്ന ഫ്രോഡിലുണ്ടാവും. അതുപോലെ തന്നെ ദ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് വിത്ത് നോളേജ് ഓഫ് ദ ഫാക്ട്. അതായത് ഒരു വസ്തുതയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്രോഡ് കളിക്കുന്നത്. പിന്നെ എ പ്രോമിസ് വെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു വാഗ്ദാനം തരുന്നുണ്ടാവും, പക്ഷെ ആ വാഗ്ദാനം തീർച്ചയായിട്ടും അവർ അതിനെ നിറവേറ്റാനോ അതെങ്കിലും സാക്ഷാത്കരിക്കാനും താല്പര്യമില്ലാതെ നിൽക്കുന്നുണ്ടാവും. അത് ഫ്രോഡാണ്. പിന്നെ ഡൂയിങ് എനി അതർ ആക്ട് ഫൈൽഡ് ടു ബി ഡിസിസീവ്. അതായത് മറ്റാളെ വഞ്ചിക്കാൻ വേണ്ടി തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിയമം പറയുന്നത് പോലെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക, അതും ഫ്രോഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫ്രോഡായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി നമ്മളുടെ ഒരു ഫ്രോഡിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു ഫ്രോഡ് എന്ന് പറയുമ്പോൾ ദ ആക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഫ്രോഡ് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ ദ പാർട്ടി ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിലുള്ള ആൾക്കാരാണ് ഫ്രോഡ് നടപ്പിലാക്കേണ്ടത്. ഓക്കെ, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവരാണ് ഫ്രോഡ് നടത്തുക. പിന്നെ വിത്ത് ഹിസ് കൺവീനിയൻസ്, അതായത് അയാളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അയാൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഫ്രോഡ് കളിക്കുന്നത്. പിന്നെ അയാളുടെ ഏതെങ്കിലും ഏജൻറ്റിനും ഫ്രോഡ് കളിക്കാം. അപ്പോൾ രണ്ട് പേര് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഫ്രോഡ് കളിക്കുക. അതിൽ ഫ്രോഡ് കളിക്കാൻ ഉദ്ദേശിച്ച ആൾ ഗൂഢാലോചന നടത്തും. അയാളുടെ ഒരു ഏജൻറ്റ് വഴിയായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാം? ഫ്രോഡ് നടത്താം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഫ്രോഡിൻ്റെ എസെൻഷ്യൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഫ്രോഡെന്നും ആ ഫ്രോഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും ആ ഫ്രോഡിൻ്റെ എസെൻഷ്യൽസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ള എസെൻഷ്യൽസ് ഓഫ് ഫ്രോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രോഡിൻ്റെ ഒരു എസെൻഷ്യൽ കണ്ടു. ഇനി രണ്ടാമത്തെ എസെൻഷ്യൽ എന്താണെന്ന് നോക്കൂ. ദ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രോഡ് മസ്റ്റ് ഹാവ് ബീൻ എയിംഡ് അറ്റ് ദ പാർട്ടി ഓഫ് ദ കോൺട്രാക്റ്റിൽ. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ മാത്രം ഉദ്ദേശിച്ചായിരിക്കണം ഫ്രോഡ് ഉണ്ടാവേണ്ടത്. പിന്നെ ഹിസ് ഏജൻറ്റ്, ആ പാർട്ടീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവരെയും കേന്ദ്രീകരിച്ച് ഫ്രോഡാവാം. പിന്നെ ഇറ്റ് ഇൻഡ്യൂസ് ഹിം ടു എൻ്റർ ഇൻ ടു ദ കോൺട്രാക്റ്റ്. നമ്മളുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീനെ നേരിട്ടോ അവരെ ഏതെങ്കിലും മീഡിയേറ്റർ ഉണ്ടെങ്കിൽ അവരെയും സ്വാധീനിച്ച് അവരെ കൊണ്ട് ഈ ഒരു ഫ്രോഡായിട്ടുള്ള കോൺട്രാക്റ്റിൽ അവരെ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുക, അതും ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. പിന്നെ ദ ആക്ട് മസ്റ്റ് ബി കമ്മിറ്റഡ് വിത്തിൻ എൻ ഇൻറ്റൻറ്റ് ടു ഡിസീവ് ദ അതർ പാർട്ടി ആൻഡ് മസ്റ്റ് ഹാവ് ആക്ച്വലി ഡിസീവ്ഡ് ഹിം. അതായത് മറ്റാളെ ശരിക്കും പറ്റിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്രോഡ് കളിക്കുന്നത്. എനി വൺ ഓഫ് ദ ഫോളോയിങ് മസ്റ്റ് ബി കമ്മിറ്റഡ്. എന്തെങ്കിലും ഒരു കാര്യം അവിടെ കമ്മിറ്റഡ് ആവണം. എങ്ങനെയാണ്? സജഷൻസ് ആസ് ടു ഫാക്ട് ഓഫ് ദറ്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ. എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞത് ശരിയായിട്ടുണ്ടായിരിക്കില്ല, തെറ്റായിട്ടുള്ളൊരു സജഷൻ ആയിരിക്കും. അത് മറ്റാൾ വിശ്വസിച്ച് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. പിന്നെ ബൈ വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. അത് ശരിക്കും അതിൻ്റെ യഥാർത്ഥം പറഞ്ഞാൽ മറ്റാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്, പക്ഷേ ആ യഥാർത്ഥം മറച്ചു വെച്ചുകൊണ്ട് എന്താണ് തെറ്റായ സജഷൻസ് കൊടുക്കുകയാണ്.
ഓക്കെ. പിന്നെ ദ ആക്ട് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് ബൈ വൺ ഹാവിങ് നോളജ് ഓർ ബിലീഫ് ഓഫ് ദ ഫാക്ട്. മറ്റാളുടെ അടുത്ത് ഒരു വസ്തുതയുടെ സത്യാവസ്ഥ പറയാതെ തെറ്റായ വസ്തുത പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കുക, അതും ഫ്രോഡാണ്. പിന്നെ എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു പെർഫോമിങ് ഇറ്റ്. എന്തെങ്കിലും ഒരു വാഗ്ദാനം ഒരിക്കലും അത് പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വാഗ്ദാനം അയാൾ ചെയ്തു കഴിഞ്ഞാൽ അതും എന്താണ്, ഫ്രോഡാണ്. എനി അതർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്. വേറെ ഏത് ആക്റ്റും മറ്റാളെ ചതിക്കണം എന്നുള്ള രീതിയിലുള്ള ഏത് ആക്ട് വന്നാലും അതും ഈ പറയുന്ന ഫ്രോഡാണ്. പിന്നെന്താണ്, എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ദ ലോ സ്പെഷ്യലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡുലൻറ്റ്. വേറെ എന്ത് പ്രവൃത്തിയാണെങ്കിലും അത് നമ്മുടെ നിയമം അത് നമുക്ക് അത് നമുക്ക് ഫ്രോഡാണെന്ന് നിയമം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഏത് ആക്ട് ഒരാൾ ചെയ്താലും അതും ഫ്രോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. റഹീം എന്ന് പറയുന്ന ആളാണ്. അയാൾക്ക് ഷെയർ മാർക്കറ്റിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര കമ്പുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ഷെയർ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് കണ്ട കമ്പനി വളരെ നല്ല ഒരു കമ്പനിയാണ്, റെപ്യൂട്ടഡ് കമ്പനിയാണ്, വളരെ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനിയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അയാൾ അതിൻ്റെ ഷെയർസ് വാങ്ങിക്കുകയാണ്. അയാൾക്ക് അവിടെ നിന്ന് ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആക്ച്വലി ആ കമ്പനിയുടെ ഡയറക്ടേഴ്സാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതെല്ലാം നോക്കിയിട്ടാണ് അയാളത് വിശ്വസിച്ച് അയാൾ ഷെയർ വാങ്ങിയത്. പിന്നീട് മനസ്സിലാക്കുകയാണ് ഈ പറയുന്ന ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയല്ല. ഇതിൻ്റെ ഡയറക്ടേഴ്സ് അത് ഫ്രോഡ് കളിച്ച് ഇയാളെ നല്ലൊരു ധാരണ ഇയാളെ ഉണ്ടാക്കിച്ച് ഇയാളെ കൊണ്ട് ഷെയർ എടുപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഉടനെ റഹീം എന്ത് ചെയ്തു, ഷെയർ എനിക്ക് ആ കമ്പനിയുടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പം ശരിക്കും ഇവിടെ പറയുകയാണെങ്കിൽ ഈ പബ്ലിക്സിനുള്ള കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആക്ച്വലി ഡയറക്ടേഴ്സാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ഏജൻ്റ് ആയതുകൊണ്ട് ഈ പറയുന്ന ഷെയർസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് പിന്നീട് അത് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, പിന്മാറാം. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ പ്രോസ്പെക്ടസിൻ്റെ എസെൻഷ്യൽസിൽ വരുന്നത്. ഇങ്ങനെയൊക്കെ ഫ്രോഡ് കളിച്ചുകൊണ്ട് ഒരാൾ മറ്റാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആ ഇഫക്റ്റ് ഓഫ് ഫ്രോഡിന് എന്താണ് റെമഡീസ് എന്നുള്ളതാണ്. When consent to an agreement is caused by fraud, the contract is voidable at the opinion of the party whose concern was so caused. A party whose consent to an agreement was caused by fraud has 3 remedies. അതായത് ഒരാൾ മനഃപൂർവ്വം മറ്റാളെ പറ്റിക്കാൻ വേണ്ടി അയാളുടെ അടുത്ത് തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് അയാളുടെ അടുത്ത് ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ആ പ്രോമിസ് ചെയ്യുക കോൺട്രാക്ട് ഫോം ചെയ്ത ശേഷം പിന്നീടാണ് അറിയുന്നത് ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഫ്രോഡ് ഫ്രോഡിലൂടെ ഫോം ചെയ്തൊരു കൺസേൺ അത് വോയിഡബിളാണ്. അതുപോലെ തന്നെ അതിലൂടെ ഫോം ചെയ്ത കോൺട്രാക്റ്റും വോയിഡബിളാണ്. അപ്പോൾ ഈ 3 റെമഡീസാണ് ഇങ്ങനെ ഫ്രോഡ് കളിച്ചാലായിട്ട് ആ പ്രോമിസിക്ക് കിട്ടുന്നത്. എന്താണ്? ഹി ക്യാൻ അവോയ്ഡ് ദ കോൺട്രാക്ട് ബട്ട് വിത്തിൻ എ റീസണബിൾ ടൈം. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തു പിന്നീടാണ് അറിയുന്നത് ഇയാൾ വലിയ തട്ടിപ്പ് വീരനാണ്, ഇയാളെ തട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഫ്രോഡ് ഫോം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ റീസണബിൾ ആയിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, വേണ്ട എന്ന് വയ്ക്കാം. ഓക്കെ. He can insist that the contract shall be performed on the condition that he shall be placed in the same position in which he could have been if the representation made has been true. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന പ്രോമിസർ, അല്ലേ, പ്രോമിസറാണല്ലോ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ മറ്റാളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ആ പ്രോമിസർ അത് ചെയ്യുമ്പോൾ പ്രോമിസിക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ എന്നെ ഫ്രോഡ് കളിച്ചിട്ടാണ് നിങ്ങൾ കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്, പക്ഷേ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി അതിലൂടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്നെ തെറ്റിച്ച് നിങ്ങൾ എനിക്കൊരു സ്ഥാനമൊക്കെ തരുന്നുണ്ട്, നല്ലൊരു സ്ഥാനമൊക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയായിട്ടുള്ള രീതിയിൽ എന്താണ് യഥാർത്ഥം അത് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിലും എനിക്കിപ്പോൾ ഈ കോൺട്രാക്റ്റിലൂടെ കിട്ടേണ്ട അല്ലെങ്കിൽ ആ സ്ഥാനം തന്നെ എനിക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ അങ്ങ് നെഗോഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹി ക്യാൻ ഫയൽ എ സ്യൂട്ട് ഫോർ ഡാമേജ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് കേസ് ഫയൽ ചെയ്യാം. അപ്പം ഒരു ഫ്രോഡിലൂടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ 3 റെമഡീസാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി ചില സാഹചര്യങ്ങളിൽ ഈ ഫ്രോഡ് കളിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, മിയർ സൈലൻസ്. അപ്പോൾ അങ്ങനെയുള്ള മിയർ സൈലൻസ് ഒരു ഫ്രോഡ് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഒരാൾ ഒരു കാര്യം വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്നതോ ഇല്ലെങ്കിൽ അയാൾക്ക് അത് അറിയാതെയാണോ അയാൾ ചെയ്യുന്നത്, ഇത് അയാൾ മിയർ സൈലൻസ്, മൗനം പാലിക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ മൗനം പാലിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മൗനം ഈ പറയുന്ന പോലെ ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അതെങ്ങനെയാണ് നോക്കൂ. മിയർ സൈലൻസ് ഓഫ് എ പാർട്ടി ആസ് ടു certain facts does not generally amount to fraud. ഒരാൾ നമ്മളെ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തി, പക്ഷേ പിന്നീട് നമുക്ക് സംശയം തോന്നുകയാണ് അയാൾ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയത്. അപ്പം അയാൾ ഒന്നും ഒരു കാര്യം പുറത്ത് പറയുന്നില്ല, വെറുതെ മൗനമായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഈസ് അണ്ടർ നോ ഒബ്ലിഗേഷൻ ടു ഡിസ്ക്ലോസ് ദ ഹോൾ ട്രൂത്ത് ഓഫ് ദ അതർ പാർട്ടി. ദർ ഈസ് നോ ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫാക്ട്സ് വിച്ച് ആർ വിത്തിൻ ദ നോളേജ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. 2 പേർക്കും പരസ്പരം ഒരുപോലെ അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരാൾ മറ്റാളെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അയാൾ മിയർ സൈലൻസിലിരുന്നാലും അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ആ കോൺട്രാക്റ്റിനപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് 2 വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഫ്രോഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 വ്യക്തികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിന് ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ വസ്തുതകളും 2 പേർക്കും പരസ്പരം ഒരേപോലെ അറിയാവുന്നുണ്ടെങ്കിൽ ഒരാൾ അപ്പോൾ അറിയാവുന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റാളുടെ അടുത്ത് വിശദമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് അയാൾ മിയർ സൈലൻസ് ആണെങ്കിൽ അത് നമുക്കൊരു ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലെന്നാണ് നിയമം പറയുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പം നിർബന്ധമില്ല, 2 പേർക്കും ഈക്വലി ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരാൾക്കും ഒരു ബാധ്യതയും വരുന്നില്ല. അയ്യോ ഞാനിതെല്ലാം അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ബാധ്യത വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു മൗനം വീട്ടിലായാലും മൗനം പറയുന്നത് ഒരു ഫ്രോഡല്ലെന്നാണ് പറയുന്നത്. ഇനി വേറെ ഏതാണ് എക്സ്ട്രീം കേസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ ഫ്രോഡ് മിയർ സൈലൻസ് ഈസ് നോട്ട് എ ഫ്രോഡ് എന്ന് പറഞ്ഞതിൽ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ദർ ആർ 2 exceptions to the rule that mere silence is not a fraud, where circumstances creates a duty on the part of a person keeping silence to speak. അതായത് എക്സെപ്ഷൻ പറയുന്ന ഇതാണ്, where circumstances create a duty on the part of the person keeping silence to speak. അതായത് നിയമം നിർബന്ധമായിട്ട് പറയുകയാണ് മറ്റാൾ സംസാരിക്കണം, അയാൾ സൈലൻസ് പാലിക്കാതെ കാര്യങ്ങൾ വ്യക്തമാക്കി പറയണം എന്നുള്ളത് നിയമം പറയുകയാണെങ്കിൽ, എന്നിട്ട് അവിടെ അയാൾ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഫ്രോഡാണ്. പിന്നെ വേർ സൈലൻസ് ഈസ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് ഈക്വലൻ്റ് ടു സ്പീച്ച്. അപ്പം പിന്നത്തെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ വെറുതെ സൈലൻ്റായി ഇരിക്കുന്നതും സ്പീച്ചിന് തുല്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. 2 നമുക്ക് ഓരോ എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ആദ്യം എന്താണ് പറഞ്ഞത്, വേർ സർക്കംസ്റ്റൻസസ് ക്രിയേറ്റ്സ് എ ഡ്യൂട്ടി ഓൺ ദ പാർട്ട് ഓഫ് ദ പേഴ്സൺ കീപ്പിംഗ് സൈലൻസ് ടു സ്പീക്ക്. അതായത് നിയമം തന്നെ നിർബന്ധം പറയാണ്, ഇന്ന സാഹചര്യത്തിൽ ഇന്ന വ്യക്തി, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഇന്ന വ്യക്തി എല്ലാ കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് എക്സെപ്ഷൻ എന്താണ്,
ഒരാൾ മിണ്ടാതിരുന്നാൽ അയാളുടെ മിണ്ടാതിരിക്കുക മൗനം തന്നെ അതിനൊരു സ്പീച്ചായിട്ട് എടുക്കുകയാണ്, സമ്മതം എന്നുള്ള രീതിയിൽ അത് എടുക്കാൻ. ഓക്കെ, സോ അത് എക്സാമ്പിൾ നോക്കാം. വേർ ദർ ഇസ് എ ഡ്യൂട്ടി ടു സ്പീക്ക് ആൻഡ് എ മാൻ ഇസ് ഇൻ ബ്രീച്ച് ഓഫ് ദ ഡ്യൂട്ടി കീപ് സൈലൻസ് ആൻഡ് ഡസ് നോട്ട് സേ ദ തിങ് വിച്ച് ഹീ ഈസ് ബൗണ്ട് ടു, ദർ ഇസ് എ ഫ്രോഡ്. ഒരാൾ നിർബന്ധമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കണം എന്നുള്ളത് ഒരു സാഹചര്യത്തിൽ അയാളത് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അയാൾ സൈലൻ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ആ രീതിയിൽ ഉണ്ടാവുന്നൊരു കോൺട്രാക്റ്റിനെ നമുക്ക് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക. നോക്കൂ, ഇൻ കേസ് ഓഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിൻ്റെ ഇതിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഷ്വേർഡ് ടു ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ആസ് ടു ഏജ്, എയിൽമെൻറ്റ്, ഫാമിലി ട്രഡീഷൻസ് എക്സെട്ര. സോ ഇപ്പം ഒരു ലൈഫ് ഇൻഷുറൻസ് എൻ്റർ ചെയ്യുന്ന ഒരാൾ, ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ്, അപ്പം എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എൻ്റെ ഒരുപാട് വസ്തുതകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ആ ഇൻഷുറൻസ് കമ്പനി ധരിപ്പിക്കുക എന്നുള്ളത്. എൻ്റെ ശരിയായിട്ടുള്ള ഏജ് എന്താണ്, എന്തൊക്കെ അലൈൻമെൻറ്റ്സ്, അതായത് എനിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെ ഫാമിലി ട്രഡീഷൻസ് ഉണ്ട്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനീനെ ധരിപ്പിക്കണം. Where a policy holder conceal these facts, the contracts will get vitiated. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആ വ്യക്തി അല്ലേ, ആ പോളിസി ഹോൾഡർ, അയാൾ ഈ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ധരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായി പോവും, അത് ഇല്ലാതാക്കി പോവും. ദാറ്റ് ഈസ് അത് വോയിഡായി മാറും. മനസ്സിലായോ? ഇനി പിന്നത്തെ ഒരു കേസ് പറയുന്നത് എന്താണ്? ഇൻ കേസ് വെയർ സൈലൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ പാർട്ടി ഈസ് ഇൻ ഇറ്റ് സെൽഫ് ഈക്വലൻ്റ് ടു സ്പീച്ച്, ദെൻ സൈലൻസ് വിൽ അമൗണ്ട് ടു ഫ്രോഡ്. അപ്പം ഒരു സാഹചര്യത്തിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അയാൾ, ഒരു വസ്തുവും അയാൾ പറയുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സൈലൻ്റ് ഈസ് ഈക്വലൻ്റ് ടു സ്പീച്ചായിട്ട് കൺസിഡർ ചെയ്ത് അയാൾ ഫ്രോഡാണെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്. മെൽവിനും അരുണും 2 പേര് കൂട്ടുകാരാണ്. അപ്പോൾ അതിൽ ഈ അരുണിൻ്റെ പെറ്റ് ഡോഗിനെ മെൽവിന് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെൽവിൻ അരുണോട് ചോദിക്കുകയാണ്, ഇഫ് യു ഡു നോട്ട് ഡിനേ ഇറ്റ് ഐ ഷാൽ അസ്യൂം ദാറ്റ് ദ ഡോഗ് ഈസ് സൗണ്ട്. ഓക്കെ, ഇപ്പോൾ നീ ഇപ്പം നിൻ്റെ പെറ്റ് ഡോഗ് ആരോഗ്യമുള്ളതാണെന്നുള്ളത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നിൻ്റെ ആ സൈലൻസ് ഞാൻ വിചാരിക്കുകയാണ് നിൻ്റെ ഡോഗ് ആരോഗ്യമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു പറയാണ്. അപ്പോൾ അരുൺ എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മിണ്ടാതെ നിൽക്കുക എന്നുള്ളത് എന്തായി? അതൊരു ഫ്രോഡായിട്ട് കാണുകയാണ്. ഓക്കെ, അപ്പം മെൽവിൻ അരുണോട് പറയാണ്, നീ നിൻ്റെ പെറ്റ് ഡോഗ് നല്ല ആരോഗ്യമുള്ള ഡോഗാണെന്ന് ഉള്ള കാര്യം നീ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ, ഓക്കെ, കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നിൻ്റെ പെറ്റ് ഡോഗ് ആരോഗ്യമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുമെന്ന് പറയുകയാണെങ്കിൽ, അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അരുണൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അയാൾ ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനെ ഫ്രോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ 2 ആസ്പെക്ട്സ് നമ്മളിവിടെ പറഞ്ഞു. അതായത് സ്പീച്ച് നടത്തുമ്പോൾ അത് വ്യക്തമായിട്ട് നടത്തണം. ഒരു നിയമം നിർബന്ധമായിട്ട് പറയാണ്, ഇന്നത് ഇങ്ങനെ ഇയാൾ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ട് പറയാണ്. ഇയാൾ സംസാരിച്ച് പറ്റുമെന്ന് പറയണം. പക്ഷേ അയാൾ സംസാരിക്കാതിരുന്നാൽ അത് ഫ്രോഡാണ്. പിന്നെ സംസാരിക്കാതിരിക്കുന്നത് തന്നെ സൈലൻസ് ഓഫ് സ്പീച്ച് തന്നെ ഈക്വലൻ്റ് ടു സ്പീച്ചായിട്ട് കൺസിഡർ ചെയ്ത് അതും ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ആണ് നമ്മൾ ഈ ഫ്രോഡിനെ കുറിച്ച് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതോടെ നമ്മളുടെ ഇന്നത്തെ ഒരു പോർഷൻ കഴിയാണ്. അപ്പോൾ നമ്മൾ ഫ്രോഡ് എന്താണെന്നും ഫ്രോഡിൻ്റെ എസെൻഷ്യൽസ് എന്താണെന്നും ഫ്രോഡിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ അൺഡു ഇൻഫ്ലുവൻസും കോഷൻ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടിൽ ദെൻ ഇറ്റ്സ് ബൈ.